മമ്മൂട്ടി മുതൽ ടോവിനോ വരെയുണ്ട് കഴിഞ്ഞ മാസം ജനുവരി മാസം പ്രൊഡ്യൂസർമാരെ കുത്തുവാളയടിപ്പിച്ച നായക നിരയിൽ. ആകെ ഒരാശ്വാസമായത് ആസിഫ് അലി മാത്രം. മലയാള സിനിമയുടെ വലിയ പ്രതിസന്ധി തുറന്നുകാട്ടി നിർമ്മാതാക്കൾ നടത്തിയ പത്രസമ്മേളനം അമ്പരിപ്പിക്കുന്നതാണ്. സിനിമ പൊട്ടി കടം കയറി വിറകുപുരയിൽ താമസിക്കേണ്ടി വരുന്ന നിർമ്മാതാക്കൾ, സകല സമ്പാദ്യവും ഒരൊറ്റ സിനിമ കൊണ്ട് പൊട്ടിച്ച് നാടുവിടേണ്ടി വരുന്ന ഹൃദയം പൊട്ടി നിൽക്കുന്നവർ വരെയുണ്ട്. 30 കോടി മുടക്കിയ ടോവിനോ ചിത്രം തിയേറ്ററിൽ നേടിയത് 3.5 കോടി മാത്രമാണ്. 19 കോടി മുടക്കിയ മമ്മൂട്ടിയുടെ ചിത്രം തിയേറ്ററിൽ നേടിയതാകട്ടെ 4.5 കോടി. ജനുവരിയിലെ മാത്രം നഷ്ടം 110 കോടി. ഈ നിർമ്മാതാക്കളൊക്കെ സാമ്പത്തികമായി തകർന്ന് ആത്മഹത്യയുടെ വക്കിലെന്നാണ് പറയുന്നത്. പല നിർമ്മാതാക്കളും നാട് വിട്ടു പോകേണ്ട ഗതികേടിലാണെന്നാണ് നിർമ്മാതാവ് സുരേഷ് കുമാർ പറയുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ മലയാളത്തിലെ മുൻനിര താരങ്ങളാണെന്നാണ് ആരോപണം. മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിന്റെ 10 ഇരട്ടിയാണ് താരങ്ങൾ പ്രതിഫലമായി വാങ്ങുന്നതെന്നും ഒരു പ്രതിബദ്ധതയും ഇല്ലാതെയാണ് ഈ മേഖലയോട് അവർ പ്രവർത്തിക്കുന്നതെന്നുമാണ് സുരേഷ് കുമാർ പറയുന്നത്. സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താണ് പ്രശ്നം? അനാവശ്യമായി പണം കൊടുത്ത് ഇത്തരത്തിലുള്ള വഷളാക്കൽ നടത്തിയിട്ട് സ്വന്തം നിലനിൽപ്പ് ഇല്ലാതെ വന്നപ്പോൾ നിലയില്ല കയത്തിൽ കിടന്ന് നിലവിളിക്കുകയാണ് നിർമ്മാതാക്കൾ എന്ന് പറയേണ്ടി വരും. മുൻനിര നായകന്മാർക്കും സംവിധായകർക്കും സെലിബ്രിറ്റി ടെക്നീഷ്യൻസിനും എല്ലാം പ്രതിഫലം കോടികളാണ്. യുവ നായക നടന്മാർക്ക് കണ്ണു തള്ളുന്ന കോടികളാണ് ചെറിയ ബഡ്ജറ്റ് സിനിമകളിൽ പോലും നൽകേണ്ടതെന്നുള്ളത്. അതൊരു നിർബന്ധമാണ്, ആവശ്യമാണ് എന്നുള്ളതാണ്. അത് എടുക്കുമ്പോൾ ഈ സിനിമയുടെ മൊത്തം കോസ്റ്റിന്റെ ചെലവിന്റെ ഇരട്ടിയാണ് ഈ നടന്മാർക്കും സംവിധായകന്മാർക്കും കുറച്ച് സെലിബ്രിറ്റി ടെക്നീഷ്യന്മാരുണ്ട് അവർക്കൊക്കെ നൽകുന്ന പ്രതിഫലം എന്ന് കേൾക്കുമ്പോഴാണ് ഇതിലെ അപകടം മനസ്സിലാക്കേണ്ടത്. പലരെയും കൊടും ദാരിദ്ര്യത്തിൽ കൊണ്ടാക്കിയിട്ടാണ് ഡയറക്ടർമാരും ടെക്നീഷ്യന്മാരും ഈ താരങ്ങളും ഒക്കെ പ്രതിഫലം കൈപ്പറ്റുന്നത്. നടന്മാരുടെ പ്രതിഫലത്തിന്റെ ഏകദേശം കണക്കുകൾ എടുത്താൽ നടൻ ടോവിനോ തോമസിന്റെ പ്രതിഫലം ഒരു സിനിമയ്ക്ക് അനുസരിച്ച് 1 കോടി മുതൽ 6 കോടി വരെയാണ്. മമ്മൂട്ടിക്കാകട്ടെ 4 കോടി മുതൽ 10 കോടി വരെയാണ്. മോഹൻലാലിന് 8 കോടി മുതൽ 20 കോടി വരെയുണ്ട്. ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു ആക്ടർ മലയാളത്തിൽ ആരെന്ന് ചോദിച്ചാൽ അത് മോഹൻലാലാണ്. ഇത് ഓരോ സിനിമകളുടെയും ബഡ്ജറ്റ് അനുസരിച്ച് ആണ് കണക്കുകൾ മാറിയും തിരിഞ്ഞും ഒക്കെ ഇരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ ഏകദേശ കണക്കുകളാണ്. ഇങ്ങനെയൊക്കെയാണ് കണക്കുകൾ വരുന്നത്. പൃഥ്വിരാജിന് 8 കോടി വരെയുണ്ട്, 4 കോടി മുതൽ. തമിഴോ മലയാളമോ തെലുങ്കോ സിനിമയിലെ നായക നടന്മാർക്ക് ഒരുപക്ഷെ നമ്മളൊക്കെ സ്വപ്നം കാണാൻ കഴിയാത്തത്ര നൽകുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അവർക്കവിടെ ബോക്സ് ഓഫീസ് വിജയം കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇടയ്ക്കിറങ്ങിയ പുഷ്പ 2 എന്ന സിനിമ അതൊരു മസാല പടം എന്നൊക്കെ പലരും വിമർശിച്ചിരുന്നു. പക്ഷേ ചരിത്രത്തിൽ തന്നെ നമ്പർ 1 ബോക്സ് ഓഫീസ് ഹിറ്റായി മാറിയിരുന്നതായിരുന്നു പുഷ്പ 2. അതായത് ഒരു തെന്നിന്ത്യൻ സ്റ്റാർ തന്റെ ഫിലിം മൊത്തത്തിൽ 1800 കോടിയിലധികം രൂപയ്ക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി അല്ലെങ്കിൽ ചരിത്രത്തിൽ തന്നെ ബോക്സ് ഓഫീസിൽ ഹിറ്റ് സൃഷ്ടിച്ച ഒരു സിനിമയായി പുഷ്പ 2 മാറി. മലയാളത്തിൽ മാർക്കോയാണ് അവസാനമായി ഒരു 100 കോടിയിൽ ഹിറ്റ് ആയതെന്ന് വേണമെങ്കിൽ പറയാം. മാർക്കോയുടെ ചിലവ് 30 കോടിയായിരുന്നു. പുഷ്പയുടെ ചിലവ് 400 മുതൽ 500 കോടി വരെ ആയിരുന്നു എന്നുള്ളതും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്തായാലും സിനിമ ഇൻഡസ്ട്രി വലിയൊരു ഇൻഡസ്ട്രിയാണ്. അതിന്റെ ഏറ്റവും വലിയ അവിഭാജ്യ ഘടകങ്ങളാണ് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ. നിലവിലെ മലയാള സിനിമ നിലനിർത്തണമെങ്കിൽ നിർമ്മാതാക്കളുടെ സാമ്പത്തിക പ്രതിസന്ധി കൂടെ ചർച്ച ചെയ്തേ കഴിയൂ. ഇത് താരങ്ങൾ വിചാരിക്കേണ്ടത് തന്നെയാണ്. ജനുവരിയിൽ റിലീസ് ചെയ്ത 28 സിനിമകളുടെ ബജറ്റും ഇവ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് നേടിയ ഷെയറും ഒക്കെയാണ് ഈ നിർമ്മാതാക്കൾ പുറത്തുവിട്ടിരിക്കുന്നത്. 30 കോടി മുടക്കിയ ടോവിനോ തോമസ് ചിത്രമായ ഐഡന്റിറ്റി കേരളത്തിലെ തിയേറ്റർ ഷെയറിൽ കിട്ടിയത് വെറും 3.5 കോടി രൂപയാണ്. ഇന്ദ്രൻസ്, ജാഫർ ഇടുക്കി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി 2 കോടി ബജറ്റിൽ ഒരുക്കിയ ഒരുമ്പെട്ടവൻ എന്ന ചിത്രം നേടിയത് വെറും 3 ലക്ഷം രൂപയാണ്. 28 സിനിമകളിൽ ഹിറ്റായെന്ന സംഘടനയ്ക്ക് പറയാവുന്ന ഒരേ ഒരു സിനിമ ആസിഫ് അലിയുടെ ചിത്രം രേഖാ ചിത്രം മാത്രമാണെന്നാണ് പറയുന്നത്. മറ്റ് വിവരങ്ങളും കണക്കുകളും, സിനിമകളുടെ പേര്, ബജറ്റ്, കേരളത്തിൽ നിന്നും ലഭിച്ച ഷെയർ, ഇതൊക്കെ ഇവർ പ്രത്യേകമായി തന്നെ കണക്ക് പുറത്തുവിടുന്നുണ്ട്. അതിൽ ഒന്നാമതായി പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പച്ച എന്നൊരു സിനിമയാണ്. ബജറ്റ് ഇതിന്റെ 2 കോടിയാണ്. ഇതിന് ലഭിച്ചിരിക്കുന്നത് വെറും 1.5 ലക്ഷം രൂപയാണ്. ID ദ ഫേക്ക് എന്ന് പറയുന്നത് ബജറ്റ് 2 കോടിയാണ്. ഇതിനും 1.5 ലക്ഷം രൂപയാണ്. ഐഡന്റിറ്റി ബജറ്റ് 30 കോടിയാണ്. വെറും 3.5 കോടി രൂപയാണ് ഐഡന്റിറ്റിക്കായി ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ദ മലബാർ ടെയിൽസ് എന്നത് 55 ലക്ഷം ബഡ്ജറ്റുള്ള പടത്തിന് 2.5 ലക്ഷം രൂപയാണ്. ഒരുമ്പെട്ടവൻ ബഡ്ജറ്റ് 2.5 കോടി, ഷെയർ 3 ലക്ഷം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. രേഖാ ചിത്രത്തിന്
8.5 കോടി ബഡ്ജറ്റ് വന്നതിൽ 12 കോടിയെങ്കിലും കിട്ടി. അത് മാത്രമാണ് ഒരു ഹിറ്റ്. എന്ന് സ്വന്തം പുണ്യാളൻ എന്നുള്ളതും പ്രാവൻകൂട്, അത് ബജറ്റ് 18 കോടിയാണ്, ഷെയർ ലഭിച്ചിരിക്കുന്നത് വെറും 4 കോടിയാണ്. അതുപോലെ തന്നെ ആദച്ചായി എന്നൊരു സിനിമ, അത് ബജറ്റ് 50 ലക്ഷമാണ്, ഇതിന്റെ ഷെയർ ഒന്നും ലഭ്യമല്ല. അതുപോലെ തന്നെ ഓഫ് റോഡ് ബജറ്റ് 1 കോടിയാണ്, ഷെയർ 63,000 രൂപയാണ്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന മമ്മൂട്ടിയുടെ ചിത്രം, ഇതിന്റെ ബജറ്റ് 19 കോടിയാണ്. ഇതിന് കിട്ടിയിരിക്കുന്ന തിയേറ്റർ ഷെയർ എന്ന് പറയുന്നത് 4.5 കോടി മാത്രമാണ്. അതായത് ഇത്തരത്തിൽ നിരവധി ചിത്രങ്ങൾ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞു പോകുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ, ബോക്സ് ഓഫീസ് പരാജയങ്ങൾ നേരിട്ടുകൊണ്ട് നിർമ്മാതാക്കളെ കടത്തിന്റെ കുഴിയിലാക്കുന്ന ചിത്രങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൂടിയാണ് നിർമ്മാതാക്കൾ പറയുന്നത്. ജൂൺ 1 മുതൽ തന്നെ ഇവർ സിനിമ തന്നെ പ്രൊഡക്ഷൻ എല്ലാ തരത്തിലും സിനിമ നിർത്തിവെക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. എന്തായാലും ഇത് ഒരു എന്റർടൈൻമെന്റ് മേഖലയിൽ കേരളത്തിന്റെ ഒരു വികസന മേഖലയുടെ അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയുടെ ഏറ്റവും കാതലായ ഒരു കാര്യമാണ് ഒരു സിനിമ എന്നുള്ളത്. അത് എന്തായാലും ഇത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എല്ലാവരെയും നിലനിർത്തിക്കൊണ്ടുള്ള പ്രതിഫലം വാങ്ങാൻ താരങ്ങളും തയ്യാറാകണം എന്നുള്ളത് മാത്രമാണ് നിർമ്മാതാക്കൾ ആവശ്യപ്പെടുന്നത്.